നല്ല ഭക്ഷണം കഴിക്കുക എന്നത് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രായോഗിക ജീവിതത്തിലെ തിരക്കുകളും ഹോംലി ഫുഡിന്റെ ആവർത്തന വിരസതയും മാറ്റുവാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബമായി റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരം കഴിക്കുന്ന രീതി തന്നെ ഇപ്പോൾ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ആഹാരം വിൽക്കുന്നയിടത്ത് പാലിക്കേണ്ട മിനിമം ധാർമ്മികത പോലും ഇല്ലാത്ത വിധത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരുന്ന ചില വാർത്തകൾ കാണുമ്പോൾ ഇനി വീടിന് പുറത്തിറങ്ങി ചില ഹോട്ടലുകളിൽ കയറി ആഹാരം കഴിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആശങ്കയിൽപ്പെട്ടിരിക്കുകയാണ് മിക്കവരും. ഹോട്ടലിൻ്റെ വൃത്തിയില്ലായ്മയും കനത്ത തുക വാങ്ങിയിട്ടും അങ്ങേയറ്റം മോശപ്പെട്ട ഭക്ഷണം മാത്രം വിറ്റുകൊണ്ട് കസ്റ്റമേഴ്സിന് മരണം പോലും സമ്മാനിക്കുന്ന ഭീകരമായ അവസ്ഥകൾ സംജാതമാകുമ്പോൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ആരോഗ്യ വകുപ്പ് കുറച്ചു നേരത്തേക്കെങ്കിലും പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ ശക്തമാക്കാറുണ്ട്. എന്നാൽ ഹോട്ടലിൽ പൊതുജനങ്ങൾക്ക് കഴിക്കുവാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ യാതൊരു ധാർമ്മിക ബോധവുമില്ലാതെ തുപ്പിവെക്കുന്നത് അങ്ങേയറ്റം അധാർമികവും സാമാന്യ ബോധമുള്ളവർക്കൊന്നും അംഗീകരിക്കുവാൻ കഴിയാത്തത്ര തരത്തിൽ കടുത്ത തെമ്മാടിത്തരവുമാണ്. ഗാസിയാബാദിലെ വസീം എന്നയാൾ നടത്തുന്ന A1 ചിക്കൻ പോയിന്റ് എന്ന ഹോട്ടലിൽ ഉണ്ടാക്കുന്ന തന്തൂരി റൊട്ടിയിൽ പാചകക്കാരൻ ജാവദ് അൻസാരി തുപ്പുന്ന ഒരു വീഡിയോ വൈറലായതിനെ തുടർന്നാണ് വീടിന് വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ വീണ്ടും ഒരു പുനർവിചിന്തനത്തിന് മിക്കവരും തയ്യാറായിരിക്കുന്നത്. ഈ വീഡിയോ വൈറലായതിനെ തുടർന്ന് രംഗത്തിറങ്ങിയ ഗാസിയാബാദ് പോലീസ് ഭക്ഷണത്തിൽ മലിനീകരണം വരുത്തിയതിന് ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുത്ത് ജാവദ് അൻസാരി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വസീമിന്റെ A1 ചിക്കൻ പോയിന്റ് ഔട്ട്ലെറ്റിൽ ദിവസവും 500ഓളം ആളുകളാണ് ആഹാരം കഴിക്കുവാൻ എത്തിക്കൊണ്ടിരുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം 10,000-കണക്കിന് ആളുകൾ ഈ തുപ്പലിൽ കുഴച്ചുണ്ടാക്കിയ റൊട്ടികൾ കാശ് മുടക്കി കഴിച്ചിട്ടുണ്ടാകണം. ഇത് കേവലം ഉത്തർപ്രദേശിലോ ഗാസിയാബാദിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല, മറിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ പരതിയാൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആഹാരത്തിൽ തുപ്പി പാചകം ചെയ്യുന്നതിന്റെയും പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരത്തിൽ തുപ്പുന്നതിന്റെയും ദൃശ്യങ്ങൾ വ്യക്തമായി കാണുവാൻ കഴിയും. ദില്ലിയിലെ ഹോട്ടലുകളിലും ചില കല്യാണ ചടങ്ങുകളിൽ പോലും ഇത്തരത്തിൽ മര്യാദ ലവലേശമില്ലാതെ ആഹാരത്തിൽ തുപ്പുന്ന ധാരാളം ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കിടപ്പുണ്ട്. എവിടെയോ ബിരിയാണി ഉണ്ടാക്കി അത് വിളമ്പുന്നതിന് മുൻപ് ഒരു ഇസ്ലാമിക പണ്ഡിതൻ അതിലും കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലും ഇതുപോലൊന്ന് ചെയ്തതിന് ശേഷം അണികൾ ചേർന്ന് അതിൽ ഇളക്കി ചേർക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഏതായാലും വീടിന് വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ശുദ്ധമായത് കഴിക്കുവാൻ കൊള്ളാവുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ട് വലിയ തുക മുടക്കി വല്ലവരുടെയും തുപ്പൽ ഭക്ഷിക്കേണ്ട പരമഗതികേടിൽ വീഴാതിരിക്കുവാൻ സാധിക്കുന്നിടത്തോളം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത് ശീലമാക്കുക. പുറത്തുനിന്നേ ഭക്ഷണം കഴിക്കൂ എന്ന് ശാഠ്യമുള്ളവർ ഹോട്ടലിന്റെ ഉള്ളറകളുടെയും വൃത്തിയും വെടിപ്പും ഭക്ഷണത്തിന്റെ പഴക്കവും അറിഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ അടുക്കളയിൽ ഇത്തരം തുപ്പുന്ന അൻസാരിമാരുണ്ടോ എന്ന് നിരീക്ഷിച്ച് ഉറപ്പുവരുത്തുന്നതും നല്ലതാണ്.